നമ്മുടെ MC റോഡ് അത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. നേരത്തെ NH പോലെ തന്നെ കേരളത്തിൻ്റെ ആദ്യം സംസ്ഥാന പാതയായിരുന്നു MC റോഡ്. ഇപ്പോൾ അതൊരു ദേശീയ പാതയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ MC റോഡിൻ്റെ പല ഭാഗത്തും വീണ്ടും വിണ്ടുകീറലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കൊട്ടാരക്കര മൈലത്താണ് MC റോഡ് ഒടുവിൽ വിണ്ടുകീറിയിരിക്കുന്നത്. റോഡ് വശത്തെ അനിയന്ത്രിതമായ മണ്ണെടുപ്പും നീർച്ചാലുകൾ നികത്തുന്നതുമാണ് ഇതിൻ്റെ കാരണം. റോഡിന് ബലക്ഷയം വ്യാപകമാണെന്നുമുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ഇക്കാര്യത്തിൽ അരുൺ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അപകടം പതിയിരിക്കുന്ന പാതകളാവുകയാണ് നമ്മുടെ റോഡുകൾ. അതിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് MC റോഡ്. നവീകരണം കഴിഞ്ഞ ശേഷം അപകട കെണിയായി മാറിയിരിക്കുകയാണ് MC റോഡിലൂടെയുള്ള യാത്രകൾ ഓരോന്നും. അതിനൊപ്പമാണ് ഈ MC റോഡ് വിണ്ടുകീറാനും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. 5 വർഷം മുമ്പാണ് MC റോഡ് നവീകരണം നടന്നത്. കാലാവധി കഴിഞ്ഞതോടെ പലയിടത്തും കുഴികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. റോഡിന്റെ വശത്തെ അനിയന്ത്രിതമായ മണ്ണെടുപ്പും നീർച്ചാലുകൾ നിർത്തുന്നതും കാരണം റോഡിന് ബലക്ഷയം വ്യാപകമെന്നാണ് ഗുരുതരമായ കണ്ടെത്തൽ. സുരക്ഷിതമായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കിയ റോഡാണെങ്കിലും ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന റോഡും ഇതുതന്നെയാണ്. തുടർച്ചയായിട്ടുള്ള വളവുകൾ, റോഡിന്റെ ഘടന, മിക്കയിടത്തും തിരുവിളക്കുകൾ കത്താത്തതും അപകടത്തിന്റെ കാരണങ്ങളാണ്. മൈലത്തോട്ട് പോകുന്ന MC റോഡാണ്. മൈൽ ഇഞ്ചക്കാട് ഏരിയ ആയിട്ട് വരും. അപ്പം ഇവിടെ നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു റോഡിലൊരു വിള്ളൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നല്ല ടെൻഷനാണ് ആൾക്കാർക്ക്. ഇതിലേ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വിള്ളൽ കാണുമ്പോൾ അങ്ങോട്ടാണെങ്കിൽ ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പം ഏത് സമയവും വേണമെങ്കിൽ അങ്ങോട്ട് താഴോട്ട് ഇടിഞ്ഞ് വീഴുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ്. ഇവിടെയുള്ള നാട്ടുകാർക്കായാലും വണ്ടി പോകുന്നവർക്കായാലും ഒക്കെ ഒരു ടെൻഷനാണ്. അപ്പം KSTPയും ഗവൺമെൻറ്റും ഒക്കെ ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപകട ഭീഷണിക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള യാതൊരു നടപടിയും ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. മുന്നറിയിപ്പ് ബോർഡുകൾ, ബാരിക്കേഡുകൾ എന്നിവ സ്ഥാപിച്ച മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിഷ്കരണം നടപ്പാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. കഴക്കൂട്ടം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള റോഡ് KSTPയുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഇന്ന് മഴക്കാലത്ത് MC റോഡ് വെള്ളക്കെട്ടാകുന്നതും പതിവ് കാഴ്ചയാണ്. വെള്ളം കുത്തനെ ഒഴുകി റോഡിൽ കെട്ടിക്കിടന്ന തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നാണ് വിവിധ സമിതികളുടെ കണ്ടെത്തൽ. അപ്പം ഏത് നിമിഷവും ഇനിയുള്ള അടുത്തുള്ള മഴ സമയത്തോ എന്തെങ്കിലും റോഡ് തകർന്ന് ഒരു സൈഡിലേക്ക് മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും വാഹനങ്ങൾ പോകുന്നു, 24 hours വാഹനങ്ങൾ പോകുന്നതാണ് റോഡ്. MC റോഡാണല്ലോ. അപ്പം അത് മാത്രമല്ല, എല്ലാവർക്കും ഒരു ഭീതിയാണ് ഇങ്ങനൊരു സംഭവം. MC റോഡ് പലയിടങ്ങളിലുമാണ് വിണ്ടുകീറി തുടങ്ങിയത്. അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് KSTP എഞ്ചിനീയറിംഗ് വിഭാഗം സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിട്ടും മാസങ്ങൾ കഴിഞ്ഞു. സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ വൈകാതെ റോഡ് തകർച്ചയിലാകും. സർവേ നടത്തി റോഡ് അറ്റകുറ്റപ്പണിക്ക് നടപടികൾ സ്വീകരിക്കണമെന്ന റിപ്പോർട്ടും സർക്കാരിന്റെ പരിഗണനയിൽ പെൻഡിങ്ങിലാണ്. സംസ്ഥാനത്തെ ഭൂരിഭാഗം മന്ത്രിമാരും കടന്നു പോകുന്നത് ഇതേ MC റോഡിലൂടെയാണ്. എസ്കോട്ടോടെ ഈ റോഡിലൂടെ മന്ത്രിമാർ ചീറിപ്പായുമ്പോൾ വല്ലപ്പോഴെങ്കിലും ഈ റോഡിലേക്ക് ഇറങ്ങി ഒന്ന് നോക്കണം. ഈ റോഡിന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം, പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.